ജീപ്പിന് ഫൈൻ വരില്ലടാ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ. അതെന്ത് ക്യാമറ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ജീപ്പിന് ഇവന് സീറ്റ് വർക്ക് ഇട്ടിട്ട് ഞാനും ഇട്ടിട്ടില്ല കാരണം ഇവിടെ സീറ്റ് ബെൽറ്റ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വ്ളോഗായിട്ട് വന്നതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് 2 വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട് ഗ്യാരേജിൽ. അപ്പോൾ നമ്മൾ ഗ്യാരേജിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജിക്ക് എത്തിയപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോർഡ് ഫിയസ്റ്റ ഇവിടെ റീസ്റ്റോറേഷൻ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നാണ് ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഒരുപാട് ലെയർ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് തന്നെ മാക്സിമം രീതിയിൽ നമ്മൾ കമ്പനി പെയിൻറ്റ് വരാനെത്താവുന്ന രീതിയിൽ ഫുള്ളായിട്ട് തന്നെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് കോട്ട് പുട്ടി വർക്ക് ആപ്ലിക്കേഷൻ നടത്തുന്നില്ല. കാരണം ഓൾറെഡി വണ്ടി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ലെയർ പെയിൻറ്റ് കയറി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രൈമർ ആപ്ലിക്കേഷൻ, അതായത് ഫസ്റ്റ് കോട്ട് തന്നെ പുട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമുള്ള ഈ രീതിയിൽ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യും. അതിനുശേഷം കട്ട് ചെയ്ത് ബോഡി ഫുള്ളായിട്ട് തന്നെ ലെവലും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഡയറക്റ്റ് നമ്മൾ പ്രൈമർ ആപ്ലിക്കേഷനാണ് നടത്തുന്നത്. കാരണം ഏതൊരു ബോഡിയും ഒരുപാട് ലെയർ പുട്ടി ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രയോജനമൊന്നും കിട്ടാനില്ല. അതേപോലെ തന്നെ ഇതിപ്പോൾ 2010 മോഡൽ 2009 മോഡൽ ഫോർഡ് ഫിയസ്റ്റ ആണ്. ഇത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 38,000 രൂപയാണ് നമ്മുടെ ഗ്യാരേജിൽ വരുന്ന ചാർജ്. പ്ലസ് ഇതിൻ്റെ പാച്ച് വർക്ക് ഉണ്ട്, ബോഡി ഷേപ്പിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ചാർജുകളും ഈടാക്കണമെന്ന് കേട്ടോ. അകത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പിന്നെ കിടക്കുന്ന വണ്ടി എന്നാണ് ഒരു സ്വിഫ്റ്റാണ്. 2012 മോഡലെന്ന് തോന്നുന്നു. 12 മോഡൽ സ്വിഫ്റ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ പെയിൻറ്റിങ് റീസ്റ്റോറേഷന് വേണ്ടി വന്ന ഒരു വണ്ടിയാണ്. സീറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല, ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഔട്ടർ ബോഡി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിൽ ഡിക്കിയൊക്കെ പാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിക്കി റീപ്ലേസ് ചെയ്തു. അതുപോലെ ഫെൻഡർ റീപ്ലേസ് ചെയ്ത് വരണം, ബമ്പർ റീപ്ലേസ് ചെയ്ത്, ബാക്ക് ബമ്പർ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഈ ഒരു വണ്ടിയുടെ നമുക്ക് കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. പാച്ച് ചെയ്യേണ്ടടുത്ത് പാച്ച് ചെയ്ത് ഇപ്പോൾ പേൾ വൈറ്റ് അടിച്ചിട്ട് ഇപ്പോൾ വാക്സ് പോളിഷിങ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് ഇന്ന് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു വണ്ടി ഇടിച്ച് നമ്മൾ മുന്നേ ഏകദേശം ഒരു 3 മാസം മുമ്പ് നമ്മളിവിടുന്ന് ഡെലിവറി ചെയ്ത് പോയ വണ്ടിയാണ്. വണ്ടി ഇടിച്ച് ഫ്രണ്ട് വീണ്ടും നമ്മളിവിടെ വന്നത് ബോണറ്റും അതേപോലെ ബമ്പർ അതുപോലെ ഈ ഒരു ഫെൻഡർ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് ഇത് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. സഫാരി പെയിൻറ്റിങ് ചെയ്യണ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലെ ബമ്പറിൻ്റെ പാർട്സുകളൊക്കെ ഏകദേശം 4 പീസോളം പാർട്സ് വരുന്നുണ്ട്. അതേപോലെ റൂഫ് നിങ്ങൾ നോക്കണമെങ്കിൽ കണ്ട ടോപ്പിൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയൊരു സെപ്പറേറ്റ് റൂഫ് പാഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അയച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഹൈറ്റ് തന്നെ നോക്കാം, ഈ രീതിയിലൊക്കെ നമുക്ക് പണിയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പുട്ടി വർക്കും അതേപോലെ തന്നെ പ്രൈമർ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഫുള്ളായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബോഡി ഓൾറെഡി ഷേപ്പിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പുട്ടി ആപ്ലിക്കേഷൻ നടത്തിയ അവിടെ മാത്രം നമ്മൾ 2K ആപ്ലിക്കേഷൻ നടത്തി. അതിന് ശേഷം അണ്ടർകോട്ട് ഫുള്ളായിട്ട് നമ്മൾ അടിക്കാൻ പോണത്. ഹാരിയറിന് വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ സെന്നിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെന്നെ നമുക്ക് ഇന്ന് കൊടുക്കണം. അപ്പോൾ നമുക്കിത് വാഷിങ്ങിൽ കൊണ്ടുപോകാം വണ്ടി. ഇന്ന് ടോമ ജീപ്പ് എടുത്തിട്ട് വന്നതാണ്. എന്താ ഇത് ആരുടെ വണ്ടിയാണിത്? അതിൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. വണ്ടി ഏതാ മോഡലത്? 96 മോഡൽ ജീപ്പിൽ. പിന്നെ AC ഒക്കെ കയറ്റിയിട്ടുണ്ടോ, ഫുൾ ചിൽഡാണ്. ഫോറിൻ്റെ ഫോറൊക്കെ ഉണ്ടല്ലേ. ജീപ്പിന് ഫൈൻ വരില്ലടാ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ. അതെന്ത് ക്യാമറ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ. ഇപ്പൊ ജീപ്പിന് ഇവന് സീറ്റ് വർക്ക് ഇട്ടിട്ട് ഞാനും ഇട്ടിട്ടില്ല, കാരണം ഇവിടെ സീറ്റ് ബെൽറ്റ് ഇല്ല. ഫൈൻ വരാനില്ല.
നല്ല കൂളുണ്ടല്ലോ, നല്ല കൂളുണ്ട് കേട്ടോ. ജീപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കണതേ തോന്നില്ല, പക്ഷെ ചാട്ടമുണ്ട്. ആ അല്ല, ഈ നേരപ്പായ റോട്ടിൽ പോകുമ്പോൾ പഴയ ജീപ്പായതുകൊണ്ട് അതിൻ്റെ ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇന്നോവയുടെ സീറ്റ് കയറ്റിയിട്ടുണ്ടല്ലേ? എന്താ ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ജീപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടായ സംഭവമാണ് ഈ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ വരുന്ന ചൂട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. പഴയ ജീപ്പിൽ കേട്ടോ, അപ്പോൾ 96 മോഡലെന്ന് പറയണത്. അപ്പോൾ അതിന് AC കയറ്റി തന്നെ കാണുന്നത്. അത് അതിൻ്റെ ബട്ടണല്ലേ കണ്ടോളിങ്ങില്ലേ, ഹൈ സ്പീഡ്, ലോ സ്പീഡ്, മിനിമം, ആ രീതിയിലൊരു ബട്ടൺ. ഇത് ഓഫല്ലേ, AC ഫുൾ ഓഫായി. ഈ ഒരു സെറ്റപ്പ് ഇത്ര ഉള്ളു കയറ്റിയാണ് ഇതിൻ്റെ, വേറെ ഒരു ആടപ്പേരും കാണിച്ചില്ല. എത്ര രൂപ ഇത് കയറ്റിയപ്പോൾ? 10 രൂപ, 10,000 രൂപ മൊത്തം. ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് കൂട്ടും 20 രൂപയുടെ അടുത്തായി അല്ലേ? ഞാൻ ചെയ്താണ് തന്നെ കേട്ടത്. നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്തതാണ്, ഷീജനല്ലേ ചെയ്തത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ടച്ചപ്പിന് വേണ്ടി ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു രണ്ട് അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അത് തുടങ്ങണം കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് തീർന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വാഷിംഗ് ഇടണം വേണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, ടോമിൻ്റെ ജീപ്പ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മൈലേജ് എത്ര കിട്ടും? 12-13 മൈലേജ് കിട്ടും അല്ലേ? സ്ഥിരം ജീപ്പ് ഇപ്പോൾ ഇടുക്കിയിൽ വയനാടുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കളിയാക്കൂട്ടാണ്. ഇത് ജസ്റ്റ് ഞാൻ നോർമൽ ഇപ്പം നമ്മുടെ താറൊക്കെ നമ്മളിടയ്ക്ക് ഓടിക്കും. പക്ഷേ ഇതേപോലെ 96 മോഡലിലെ ജീപ്പും കാര്യം 540 നമുക്ക് വല്ലപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. AC സെപ്പറേറ്റ് കയറ്റി, പവർ സ്റ്റിയറിംഗ് കയറ്റുന്നില്ലേ? പവർ സ്റ്റിയറിംഗും കയറ്റിയിട്ടുണ്ട് കേട്ടോ. ട്രെൻഡിങ് ടോമിനെ നമ്മൾ ഗ്യാരേജിൽ ഇറക്കി. എന്തായാലും നമ്മൾക്ക് ഈ ഒരു വണ്ടി കിട്ടിയില്ല. എനിക്ക് ജീപ്പ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംഭവം കുറേ നാൾ മുമ്പ് നമ്മുടെ ഗ്യാരേജിൽ പണിയാൻ വേണ്ടിയിട്ടൊരു വില്ലീസ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ട് 2 ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വില്ലീസ് അല്ല, 540 ആണ്. DI എഞ്ചിൻ. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പ്ലേയും പിന്നെ ആ ഒരു സൗണ്ടും, ആ DI എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഓടിക്കാൻ നല്ല സെറ്റപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടി ഓൾറെഡി AC ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷീണമില്ല. ബാക്കിയുള്ള ജീപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ചൊക്കെ ആയിട്ട് AC ഇല്ലാണ്ടൊക്കെ ചൂടത്ത് ഉള്ള ഒരു സംഭവം. പക്ഷെ അത് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ നമ്മൾ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ഒരു വണ്ടി ഇവിടെ വന്നു, ഇന്നോവ. അവിടെ കിടക്കണ ആ ഒരു വണ്ടി നമുക്ക് ഇപ്പോൾ ഇന്ന് വർക്കിന് വേണ്ടി വന്ന ഫുൾ വർക്ക് തന്നെ കേട്ടോ. നാർക്കഡീഷനിലേക്ക് മാറ്റാൻ വേണ്ടി വന്നതാണ്. അതേപോലെ നമ്മളെ സ്വിഫ്റ്റ് നമ്മൾ വാഷിങ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലർ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം. ഈ ഒരു ഫില്ലർ ബ്ലാക്ക് അടിക്കണം, ഒട്ടിക്കണം, സ്റ്റിക്കറാണ്. അതേപോലെ തന്നെ ഡ്രമ്മ് ബ്ലാക്ക് അടിക്കാണ്ട് വാക്സ് അപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതങ്ങനെ നിൽക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കാലത്ത് സെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വാഷിങ്ങിൽ. അതേപോലെ തന്നെ നമ്മുടെ ഫോർഡ് ഫിയസ്റ്റ സ്പോട്ടുകൾ തീർത്തുകൊണ്ടിരിക്കുന്നു. ഈ വണ്ടി മിക്കവാറും നാളെ പ്രൈമർ കോട്ട് ആപ്ലിക്കേഷൻ കഴിയാൻ വഴിയുണ്ടെന്നാണ് അരുമ്പായി പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് അരുമ്പായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാലത്ത് തന്നെ ഒരു സ്വിഫ്റ്റ് ടച്ചപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അവിടെ മാത്രമേ ടച്ചപ്പിന് വന്നതെന്നാണ്. പേൾ വൈറ്റ് ആണ്. പേൾ വൈറ്റ് ടച്ചപ്പ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോറ് ഫുള്ളായിട്ട് തന്നെ അടിക്കണം. പക്ഷേ ഇതിപ്പോൾ കസ്റ്റമർ റെൻറ്റിനെടുത്ത വണ്ടിയാണ്. പക്ഷേ ആ ഒരു ഏരിയ മാത്രം എനിക്ക് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം നമ്മളങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ട് മൂന്ന് വണ്ടി നമുക്ക് ഡെലിവറി ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് എസ് ക്രോസ് കൺവേർഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പഴയ മോഡൽ എസ് ക്രോസ് ആയിരുന്നു, അതിനെ നമ്മൾ Type 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. വണ്ടിയുടെ വർക്ക് ഞങ്ങളത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെൽറ്റോസിന് വന്നിട്ട് ഒരു ബ്ലൂ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റീപ്ലേസ് പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വരുന്ന ബോണറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോഗ് ലാമ്പിൻ്റെ ഡെമ്മി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പാർട്സുകൾ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കൺവേർഷനാണ്. കൺവേർഷനിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലുള്ള ക്രോസ് ബാർ അടക്കം നമ്മൾ ഇന്നറിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ
പഴയ മോഡൽ ഒരു എസ് ക്രോസ് ആയിരുന്നു, അതിനെയാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെൽട്ടോസിന് പറഞ്ഞ കളറാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയത് വരുമ്പോൾ തന്നെ വണ്ടിക്കൊരു ലുക്കാണ്. എന്നാൽ ബാക്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഓൾറെഡി ബാക്ക് സെയിം ആയിട്ട് തന്നെ വരുന്നത്. അതിന് ബമ്പറും കാര്യങ്ങളൊക്കെ പഴയ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന എസ് ക്രോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു നാടോഗ്രെ ഇവിടെ ഡെലിവറി ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ലെയർ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലെയർ പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു നാടോഗ്രെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബോഡി ഷേപ്പിംഗ് വേണ്ടി വന്ന ഒരു വണ്ടിയായിരുന്നു. പ്രോപ്പർ ഷേപ്പിംഗ് ഒന്നും ആയിരുന്നില്ല വണ്ടി വന്നപ്പോൾ. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നമാതിരി തന്നെ ബാക്കിലേക്ക് പോകണമെങ്കിലും നമ്മൾ ആ ഒരു ഭാഗമുണ്ട്, പിയാനോ ബ്ലാക്ക് അടിച്ചു, സ്പോയിലർ പിയാനോ ബ്ലാക്ക് ആഡ് ചെയ്തു, ഒരു ബമ്പർ റിഫ്ലക്റ്റ് LED കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒരു പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും സൈഡ് നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം പ്രോപ്പർ ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ.